നമുക്ക് ഈ മാവ് തൊണ്ടപാറ രാവിലെ തന്നെ വീഡിയോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മാവൊന്ന് ഇളക്കി കൊടുക്കാം. ഏതാണ് ഇതിലെ പരുവം നമുക്ക് നോക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു പരുവം. ഈ വീഡിയോ ഫസ്റ്റ് ആണ് വരുന്നത്. ലാസ്റ്റ് ചിലപ്പോൾ വെള്ളപ്പം ചുടുന്ന വീഡിയോ നടക്കില്ല, ആൾക്കാർ ബോറടിച്ചിട്ട് പോകും. അതുകൊണ്ട് ഫസ്റ്റ് കാണിക്കാൻ വിചാരിച്ചു. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടിയാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഇടങ്ങാറായി കണ്ട കുട്ടികളെ വീഡിയോ എടുക്കുന്നത്, എന്നിട്ടും ആൾക്കാർ കുറ്റം പറയുന്നത്. ഞാൻ ഇതാക്കണം. ഓരോന്ന് ചുട്ട് കഴിയുമ്പോൾ ഇത് സൂപ്പറായി അടിപൊളിയായി വരികയാണ് ചെയ്യുക കേട്ടോ. അല്ല ഫസ്റ്റ് ചുട്ടത് ഫസ്റ്റ് റെഡി ആക്കാണ്ട് പിന്നത്തെ റെഡി ആകല്ല ചെയ്യുക. ഫസ്റ്റിന് ചെറുതായിട്ട് കംപ്ലൈൻറ്റ് വന്നാലും അടുത്തതൊക്കെ സൂപ്പറായി കിട്ടുമെന്നാണ് പറയാനുള്ളത്. അതാണ് ഈ ഒരു വെള്ളപ്പത്തിൻ്റെ മാവിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളപ്പം ഫസ്റ്റത്തൊക്കെ എങ്ങനെയാണ്, ലാസ്റ്റത്തൊക്കെ ഇങ്ങോട്ട് അടിപൊളിയായി വരും. ഏറ്റവും ലാസ്റ്റ് എണീറ്റ് വരുന്നവർക്കാണ് നല്ല വെള്ളപ്പം ഉണ്ടാവുക. കാരണം അത്രയും സൂപ്പറായി കിട്ടും. ഒന്നുകൂടി ചുടാനിട്ടാണ് ഇത് നമ്മൾ ചുറ്റിച്ചെടുക്കുക. എണ്ണ ഒഴിക്കണമല്ലോ കേട്ടോ. ഈ ചട്ടി എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ വറവിടാനും അതുപോലെ വെള്ളപ്പം ഉണ്ടാക്കാനൊക്കെ എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വെള്ളപ്പം ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് കണ്ട് ചൂടാണെങ്കിൽ ഒന്നുകൂടി സൂപ്പർ ചെയ്യാൻ കിട്ടും. ഇപ്പോൾ കുറച്ച് കണ്ട് ചുട്ട് കാണിക്കുമ്പോൾ വീഡിയോ ലോങ് ആയി പോവും. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്. ഇതിനുള്ള കാരണം ഡബിൾ വോയിസ് ആണെന്ന് തോന്നും. ഇതിലാറെ സൂപ്പറായി വരുമ്പോൾ നമുക്ക് അത് കാണിക്കാനാണ് തോന്നുക. ഇതിലാറെ നന്നായി വരും. അത് ഉണ്ടാക്കിയെടുക്കാൻ അറിയാം. അപ്പോൾ അത്രയ്ക്കാണ് പറയാനുള്ളത്. കണ്ടില്ലേ, അടുത്തതും ചട്ടിയിൽ നിന്ന് വേഗം കിട്ടും കേട്ടോ. ഈ ചട്ടി വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഒരു 100 ചില്ലാനോ അങ്ങനെ എത്ര കൊടുത്താൽ ഈ ചട്ടി കിട്ടും. ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഇരുമ്പിൻ്റെ ചട്ടി ആയാലും വർദ്ധിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാത്തിനും ഞാൻ മീൻ പൊരിച്ചാനും വെള്ളപ്പം ഉണ്ടാക്കാനും അങ്ങനെ പലതിനും എടുക്കുന്ന ചട്ടിയാണ്. വറവിടാനൊക്കെ എടുക്കും. നമ്മൾ ഇതിൽ ഇട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത്. ഓക്കെ ബൈ, ഞാൻ പോവാൻ കേട്ടോ. ഹായ് ഹലോ അസ്സാം വലൈക്കും. കുറേ ദിവസമായിട്ടോ ലോങ് വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ആക്കിയിട്ട് ഞാൻ ലൈവിൽ ഇങ്ങനെ ഇടും. ആ വീഡിയോ ലോങ് ആക്കിയിട്ട് അപ്പുറത്ത് കൊണ്ട് ഇടലാണ്. ഇപ്പം ഇന്ന് അങ്ങനെയല്ല കേട്ടോ. നമ്മൾ വന്നത് നമ്മൾ നാടൻ വെള്ളപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നാൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് അതങ്ങോട്ട് വൈറലായി. കുട്ടികളെ നല്ലോണം വൈറലായിട്ട് ആ വീഡിയോ. അപ്പോൾ 36,000 ആൾക്കാരൊക്കെ കണ്ടു ചെയ്ത് നല്ല സൂപ്പർ റെസിപ്പി എന്ന് പറഞ്ഞ് ഒരാൾ കമൻറ്റ് ഇട്ടില്ല. ഒക്കെ ബാഡ് കമൻറ്റ് ഇട്ട് കണ്ടാണ് ആ വീഡിയോ വൈറലായത്. അപ്പോൾ നമ്മളുണ്ടല്ലോ ഒരാളെ പറയുമ്പോൾ ഉണ്ടാക്കി നോക്കാതെ നിങ്ങൾ അഭിപ്രായം പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞുകൊണ്ടിട്ട് അടിപൊളികാരം. ഇതിൻ്റെ പുതിയ സബ്സ്ക്രൈബർമാർക്ക് മുന്നിലായിട്ടോ ഞാൻ അവതരിപ്പിക്കുന്നത്. ഓൾഡ് സബ്സ്ക്രൈബർമാർ കരുതും ഈ പെണ്ണിന് ഈ ഒരു റെസിപ്പി തന്നെ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ അതൊക്കെ ഒരു കേട്ടോ പലവട്ടം ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ ചായക്കടി ഇവിടെ ഉണ്ടാക്കണമല്ലോ വിചാരിച്ചിട്ട് വന്നുണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ അരി ഞാൻ കുറച്ച് ഇത് മിക്സിൻ്റെ ജാർക്ക് ഇട്ടപ്പോൾ ആലോചിച്ചിട്ടോ വീഡിയോ എടുക്കണമല്ലോ എന്ന്. അപ്പോൾ നമ്മൾ വാരിയിടാൻ പോവാണ്. അപ്പോൾ അതൊക്കെയാണ് പറയുന്നത്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഈ നട്ടപ്പാതിരാക്കൊക്കെ വന്നുകൊണ്ട് അരി വാരിയിടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നാട്ടിർത്താനും കുറേ പറയാമല്ലോ കേട്ടോ. ലൈവാണെങ്കിൽ നമുക്ക് കുറേ പറയാനുണ്ടാവും. നമ്മളെ കമൻറ്റിനൊക്കെ റീപ്ലൈ തരാനുണ്ടാവും. ഇതിപ്പോൾ എന്തോന്ന് പറയണം, ഇവിടെ ഒന്നും പറയാനില്ല. റെസിപ്പി മാത്രം അവതരിപ്പിച്ചിട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ആ ചടങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ അരി വാരിയിടാൻ കേട്ടോ. കഴുകിയാണ്ട് അത്ര അരി അങ്ങനത്തെ കണക്കും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ഇടുക, എൻ്റെ ഇഷ്ടത്തിന് ഞാനിടുക എന്നുള്ള ഒരു തോതിലാണ് ഇപ്പം നമ്മൾ ഇടുന്നത് കേട്ടോ. അന്ന് എനിക്ക് അലർജി കഴിഞ്ഞിട്ട് കുട്ടികളെ അലർജി ഉണ്ടാക്കി എനിക്ക് തുമ്മൽ വന്നേനി. ആ തുമ്മിയതാണ് പ്രശ്നമായത്. ഞാൻ ഇങ്ങനെ തുമ്മി എഡിറ്റ് ചെയ്യാതെ പോസ്റ്റ് ആക്കി. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവായി തോന്നിട്ടോ. കാരണം എത്ര ഞാൻ വീഡിയോ എത്തിനി ഞാനൊന്നും ഒരു മനസ്സം കണ്ടില്ല. വെള്ളപ്പത്തിൻ്റെ വീഡിയോ ആണെങ്കിലോ 36,000 ആൾക്കാർ കണ്ടും ചെയ്തു. പിന്നെ അതുമല്ല ബാഡ് കമൻറ്റ് ഇഷ്ടം പോലെ അതിന് വന്നും ചെയ്തിട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ നെഗറ്റീവാണ് കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇന്നും ആ വെള്ളപ്പം തന്നെ ഉണ്ടാക്കണം. നല്ല സൂപ്പർ റെസിപ്പിയാണ്. സൂപ്പർ റെസിപ്പിക്ക് എനിക്ക് വെറുതെ ചീത്തട്ടേക്കാം. അതെനിക്ക് ഇതായത് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് കൊള്ളണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തന്നെ ഇടുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളപ്പത്തേക്ക് നമ്മൾ തേങ്ങൻ്റെ വെള്ളമൊക്കെ ഉണ്ടാക്കിയാണ് പാരുന്നത് കേട്ടോ. തേങ്ങ വെള്ളമല്ലേ, തേങ്ങ വെള്ളം ഒഴിക്കണം. എന്താ അറിയില്ല, കുട്ടികൾ തേങ്ങ കുടിച്ചത് ആ വെള്ളം കുടിച്ച് പോയി. അതുകൊണ്ട് നമുക്കതില്ല. നമുക്കെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇനി നമുക്ക് ഈ വല്യുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. വല്യുള്ളി ചേർത്താൽ പ്രത്യേക തരം ടേസ്റ്റാണ്. ഒരു ചെറിയ വല്യുള്ളി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഇനി നമ്മൾ ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മൾ നാളികേരമാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നുള്ള സാധനം. അതിനെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ. ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒരു കട്ടൊക്കെ ആക്കേണ്ടിട്ടോ. അങ്ങനെ കട്ടാക്കിയിരിക്കണേ അത് ചേർത്ത് കൊടുക്കട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ചോറും കൂടി ചേർത്തെടുക്കണം. ഈ അരി ഇതിൽ കൊള്ളണില്ല കുട്ടികളെ. എങ്ങനെ റെഡിയാക്കി വന്നാലും അരി ചിലപ്പോൾ ഇതിൽ കൊള്ളണില്ല. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടന്നെ ഇടാം. അന്നും ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ പണി ചെയ്തത്. അന്ന് പണി ചെയ്തപ്പോൾ ഓലെന്താ പറഞ്ഞത്, എനിക്ക് വൃത്തിയില്ലാന്ന്. പിന്നെ അരി കൊള്ളിയില്ലെങ്കിൽ ഞാനൊക്കെ കൊള്ളാതെ മിക്സി അടിയാടത്തെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറഞ്ഞു വരും. അപ്പോൾ എനിക്ക്
എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറേ നല്ല സബ്സ്ക്രൈബർമാരുണ്ട്, എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഞാൻ ഒരുപാട് ഉയരങ്ങളിലെത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് മുന്നിൽ ഈ നട്ടപ്പാതിരാക്കി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇതായി കിട്ടും. അപ്പോൾ രാത്രി നമ്മൾ അരി വൈകുന്നേരം വെള്ളത്തിലിട്ടാലും മതിയിട്ട്, എൻ്റെ മിക്സിൻ്റെ ജാർ എന്ന് പറഞ്ഞാൽ സുജാതേന, അതിൽ എപ്പെട്ടാലും അരി എന്നാണ് പറയുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ഇത് കൊള്ളണില്ല കുട്ടികളെ, അതുകൊണ്ടാണ് അതിന് വാരിയെടുത്ത് കേട്ടോ. നാളികേരം നല്ല ഉണ്ടെങ്കിൽ ആ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ വെള്ളപ്പത്തിന്. അതാണ് നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇതിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ലൈവ് ഒന്നല്ലല്ലോ, എനിക്ക് ലൈവിൻ്റെ ഒരു ഓർമ്മ അങ്ങനെ വരുന്നു. അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഡബിൾ ഹോയ്സ് വെള്ളപ്പ പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേക വീട്ടിലൊന്നും നിർബന്ധമാട്ടോ കുട്ടികളെ. എന്താ വെച്ചാൽ ഡബിൾ ഹോയ്സ് ഉണ്ടെങ്കിൽ ഏത് പൊങ്ങാത്ത മാവും നല്ല അടിപൊളി സൂപ്പറായി കിട്ടും. ഡബിൾ ഹോയ്സിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങി വെക്കുക, അതിനൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി, നല്ലോണം സൂപ്പറാവും. അപ്പോൾ നമ്മൾ ഇത് ഇതിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഡബിൾ ഹോയ്സ് 1-2 ടീസ്പൂണ് ഇട്ട് കൊടുത്താൽ ഇത് മാറ്റി കെട്ടോ. അതിൽ തുപ്പൽ ചെറിയ ആൾക്കാർ പറയണേ. അപ്പോൾ എന്താ പറയുക, ഓൽക്ക് ഉണ്ടാക്കി കൊടുത്ത മാതിരി അവരെ വർത്താനം കേട്ടൊക്കെ എന്തോ. അപ്പോൾ ഞാൻ അതവിടെ മാറ്റി കേട്ടോ. അപ്പോൾ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പപ്പൊടി എന്നെ ചോദിച്ചു വാങ്ങണം. അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ ഏത് പൊങ്ങാത്ത മാവും സൂപ്പറായി കിട്ടും, നല്ല അടിപൊളിയായി കിട്ടും. വെള്ളപ്പം ഉണ്ടാക്കുമ്പോഴും അതുപോലെ ദോശ ഉണ്ടാക്കുമ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും നെയ്യപ്പം ഉണ്ടാക്കുമ്പോഴും പിന്നെന്താണ് പഴംപൊരി ഉണ്ടാക്കുമ്പോഴൊക്കെ ഒരു ടീസ്പൂൺ ചേർത്തിട്ട് മാവുണ്ടാക്കി വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ അരി അരക്കുന്ന സമയത്ത് ഡബിൾ ഹോയ്സ് ഇടാൻ മറക്കരുത്. നിങ്ങളില്ലെങ്കിൽ ഇന്ന് തന്നെ പോയി വാങ്ങിക്കോളി എന്നാണ് പറയുള്ളത്. കടയിൽ പോയി വാങ്ങുക, ഡബിൾ ഹോയ്സ് തന്നെ പ്രത്യേകം ചോദിച്ച് വാങ്ങാനാണ് പറയുള്ളത്. അപ്പോൾ അത് ഞാൻ ശരിക്കും വിശദീകരിച്ച് പറഞ്ഞു തരാണ് കേട്ടോ. നിങ്ങൾ വേറെ ഏതെങ്കിലും പൊടി വാങ്ങിയിട്ട് നന്നായിട്ടില്ല എന്ന് പറയുന്നത് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനി നാട്ടുവർത്തമാനം പറയാൻ തീരെ ടൈമില്ല കേട്ടോ. നമുക്ക് നാട്ടുവർത്തമാനം കുറേ പറയണമെന്നുണ്ട്, ഇവിടെ നടക്കൂല കുട്ടികളെ, അത് ലൈവല്ലല്ലോ. അപ്പോൾ ആൾക്കാർ വിചാരിച്ചു എന്താ കേട്ടോ, ആൾക്കാർ കാണൂല, അതുകൊണ്ടാണ് നമ്മൾ വേഗം പോകുന്നത്. ഇവിടെ കുറച്ച് പറയാനൊക്കെ പൂതിനേനി. ആൾക്കാർ പറയുന്നത് നെറ്റി വലിച്ചു പറയും. അപ്പോൾ ആൾക്കാർ പറയുന്നത് നമ്മൾ നോക്കണം, നമ്മളെല്ലാവരും കൂടി നോക്കി വരുമ്പോഴത്തേന് ഇത് റെസിപ്പിയാണ് പറയാൻ മറക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ കാട്ടേണ്ടത് ചോദിച്ചാൽ അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഞാൻ വെള്ളം ഒഴിച്ചെടുത്തു. നമുക്ക് അടുത്തായിട്ട് നമ്മൾ ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം കഴിഞ്ഞിട്ടില്ലേ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ടത് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അറിയില്ല, വെള്ളപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചാരൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിലല്ലേ ടേസ്റ്റ് ഉള്ളൂ. അതുപോലെ എന്താ പറയുക, ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ പഞ്ചാരൻ്റെ ഒരു ടേസ്റ്റ് വേണം. അതുകൊണ്ട് നമ്മൾ പഞ്ചസാര എടുക്കട്ടെ കേട്ടോ. പഞ്ചസാര അപ്പോൾ നമ്മൾ പഞ്ചസാര എടുക്കാൻ പോയത് കേട്ടോ. ഞാൻ എഡിറ്റിങ്ങിൽ കേട്ടോ, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യൂല, ഞാൻ എഡിറ്റ് ചെയ്താൽ നേരം പോക്കാണ്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പഞ്ചസാര കുറച്ച് അധികം ഇട്ട് ഒളിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കണ്ടമാനം പഞ്ചസാര ഇട്ട് അതൊന്ന് എരിഞ്ഞ് കരിക്കട്ടോ. അതുകൊണ്ട് കുറേ ഇടേണ്ട, പാകത്തിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതുകൊണ്ട് മാറ്റി കേട്ടോ. തുപ്പലം തെറിച്ചു കുട്ടികളെ, തുപ്പലം തെറിച്ചു. പിന്നെ തുപ്പലൊന്നും എന്താ പറയുക, കുറേ ആൾക്കാരെന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ പറയുള്ളതെന്ന് ചോദിച്ചാൽ എന്താ പറയുക, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചോറ് ഇടാൻ മറന്നു കേട്ടോ. ചോറ് ഞാൻ അപ്പുറത്ത് പോയി എടുത്തോണ്ടിട്ട് ഞങ്ങൾ പോകലിട്ട് അവിടെ നിൽക്കി. ഒരു 2 മിനിറ്റിൻ്റെ കേസുള്ളൂ, വേഗം റെഡിയാക്കാൻ പറ്റിയ അടിപൊളി ഐറ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോയിൽ എന്താ പറയുക, ലൈവ് കാണുന്നവർ കുറേ ആളുകളുണ്ട്, കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട്. 5K നമ്മൾ എത്താനായിട്ടുണ്ട്. നാളെ ഇവിടെ ഒരു കേക്ക് കട്ടിങ് നടത്തണം ഇൻഷാ അല്ലാഹ് എന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കേട്ടോ. ഒന്നാമത് നമുക്ക് കേക്ക് ഞാൻ ഉപയോഗിക്കണം. അപ്പോൾ പിന്നെ 5K എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു പറഞ്ഞുകൊണ്ട് ഇവിടെ കേക്ക് കട്ടിങ് അത്രേ ഞാൻ ഉദ്ദേശിക്കണുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താക്കട്ടെ, നമ്മൾ എന്തൊക്കെ ഞാൻ പറഞ്ഞു വന്നീനെ നിങ്ങളും ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞു, നമ്മൾ ചോറ് തന്നിട്ട് അവിടെ പോയി കണ്ട് ചോറ് എനിക്കിപ്പോൾ ഇത് ലൈവ് ചെയ്ത് ലൈവാ തോന്നാണ്, അതൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഞാൻ ചോറ് തന്നിട്ട് വളവും കാര്യങ്ങളുമില്ല, സുമാറങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ചോറിട്ട് കൊടുക്കണം കേട്ടോ. ചോറിട്ട് നിങ്ങൾ കാണില്ലേ, ചോറ് ഒരു സുമാറിട്ട് കൊടുക്കുക. നിങ്ങൾ ഉണ്ടാക്കാത്തൊന്നല്ല, നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നല്ല, നിങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്ന സാധനം തന്നെയല്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ്. ഇതിൽ തൊട്ട് നോക്കിയതിട്ടൊന്നും പ്രശ്നമില്ല കേട്ടോ കുട്ടികളെ. തൊട്ടാ പ്രശ്നം, തൊട്ടില്ലെങ്കിൽ പ്രശ്നം. എന്തെല്ലാം പ്രശ്നങ്ങളാണോ ഇവിടെ. വീട്ടുള്ള വെച്ചു കേട്ടോ. ഇപ്പോൾ ഉപ്പിട്ടു, ഇതിട്ടു, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം കുറവായി തോന്നുക. ഈ ഒരു പരുവത്തിൽ കുറച്ചും കൂടി കാണേണ്ട വെള്ളം ഇത്ര ഒഴിച്ചിട്ട് നമുക്ക് അരക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂലേ, ഞങ്ങളോട് ചോദിക്കാല്ലേ. ഉണ്ടാക്കി നോക്കണം, അടിപൊളി റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ. ഓക്കെ. അപ്പോൾ ഇതാരെങ്കിലും
ഇത് അരഞ്ഞാണ്, കുറച്ച് വെളിച്ചം കുറവുണ്ട് അരഞ്ഞിന്. നമുക്ക് ഇതിനകത്ത് ഒഴിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിൽ ഒഴിച്ചെടുക്കട്ടോ. അപ്പോൾ കുറച്ച് അരിയും കൂടി ബാലൻസ് ഉണ്ട്, കുറച്ച് അതും കൂടി നമുക്ക് ഇതിട്ട് അരച്ചടിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് വേസ്റ്റ് ആയി പോകും. നമ്മൾ ഇത് വാരിയിടാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ചെറിയൊരു ലൈവ് പോകുന്നുണ്ട്. ഞാനിപ്പോൾ ചെറിയൊരു ലൈവ് പോകും, കാരണം ഇത് ഉണ്ടാക്കണ പറയണ്ടേ, എല്ലാവരോടും ഉണ്ടാക്കണ പറയണം. അപ്പോൾ അതിന് ചെറിയൊരു ലൈവ് എടുക്കേണ്ടതായിട്ടുണ്ട്. ലൈവ് പോവും. ഉള്ള ചോറൊക്കെ കുറച്ചൊക്കെ വാരിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ചോറ് വാരിയിട്ടുണ്ട്. അവിടെ മിക്സി ഓണാക്കാൻ വേണ്ടി ലൈറ്റ് ഒഴിവാക്കിയിട്ട്, അതുകൊണ്ട് വെളിച്ചല്ലല്ലോ. വെളിച്ചല്ലെങ്കിലും ഉണ്ടെങ്കിലും ഇന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ വെള്ളം ഒഴിക്കും കേട്ടോ. വെള്ളം എറിയിട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഒഴിച്ച ഇപ്പോൾ വെള്ളം റെഡി ആയിട്ടോ. നമ്മൾ എന്തായാലും താളം പിടിച്ച ഡബിൾ ഹോയ്സ് ഇട്ടു. കുറച്ചിട്ടോ അതിട്ട് പിന്നെ രണ്ടാമത്തേൽ നമ്മൾ അരക്കാൻ പോകട്ടോ. അരക്കണം, എന്നാലേ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അവൾക്ക് നല്ല ഇഷ്ടമാട്ടോ വെള്ളപ്പം. ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ. പരുവം കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പരുവം കേട്ടോ, ഈ പരുവം ഇപ്പോഴും നമ്മുടെ മാവ് എത്ര ഉള്ളത് നിങ്ങൾക്ക് കാണില്ലല്ലോ. എത്ര മാവുണ്ടെന്ന് രാവിലെ നിങ്ങൾക്ക് ശരിക്കും കാണും കേട്ടോ. അപ്പോൾ ഡബിൾ വോയിസ് ആണ് അങ്ങനെ കാണാൻ കാരണം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ റെഡിയാക്കി വെച്ച മാവാണ്. ഇനി ലൈവിലൊന്ന് പോയോട്ടെ കേട്ടോ. വിവരം പറയണ്ടേ, നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു കാണൂല. അതെത്തിയിട്ട് ലൈവിൽ പോയോട്ടെ, അതുപോലെ കാണട്ടോ. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് അടച്ചേക്കട്ടോ. ചൂടാറാൻ പറ്റിയില്ലോ, അല്ലെങ്കിൽ റൈസ് കുക്കറിലോ എവിടെയെങ്കിലും അടച്ചേക്കണത്, എന്നാലേ നല്ല പൊങ്ങി വരുള്ളൂ. ഓക്കെ. സുപ്രഭാതം കുട്ടികളെ, സുപ്രഭാതം. നേരം വെളുത്തു കേട്ടോ. അപ്പം ഞാൻ ആ മാവിൻ്റെ ബാക്കി വീഡിയോ കാണിക്കാൻ വിചാരിച്ചു വന്നതാണ്. അപ്പം നമുക്ക് എന്തായിക്കണം നോക്കാം. മാവ് ഇത് നിങ്ങൾ കണ്ടോളിട്ട്. ആദ്യം നിങ്ങൾക്ക് ഈ പാത്രത്തിൽ കാണാൻ സാധിച്ചിട്ടില്ലേന്നല്ലോ, എന്നാൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ രാവിലെ വീഡിയോ എടുത്തോട്ടോ. 5:15-നൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. 5:15, 5:30-ഒക്കെയാണ്. അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാൻ കുട്ടികളെ നല്ല ഗതിയായിട്ട് കാണാൻ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും യൂട്യൂബിൽ വെറുതെ അങ്ങനെ പൈസ എടുക്കില്ല, വെറുതെ പൈസ വരാമെന്ന്. അങ്ങനെയൊന്നല്ല, നല്ല പാടുണ്ട് കേട്ടോ. ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നേരത്തെ എണീറ്റിട്ടൊക്കെ വീഡിയോ എടുക്കാൻ നല്ല കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് തുറന്നു നോക്കട്ടോ. കുറേ അധികം പറഞ്ഞ നേരം കണ്ടിട്ട് കാര്യമില്ല. ഈ ഒരു മാവ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു മാവ് ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. ഒരു തമ്പ്ലൈന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ഈ മാവ് തൊണ്ടപാറ രാവിലെ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാവൊന്ന് ഇളക്കി കൊടുക്കാം. ഏതാണ് ഇതിൻ്റെ പരുവം നമുക്ക് നോക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു പരുവം. നമ്മൾ എന്താക്കണം, നമ്മൾ ഈ മാവിനെ ഇളക്കണതിന് മുമ്പ് നമ്മൾ ചട്ടിയിൽ നിന്ന് എളുപ്പം കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചെടുക്കണം കേട്ടോ. ഓയിൽ ഒഴിച്ചു മറ്റേ ഇളക്കന്നെ ഇളക്കുമ്പോൾ ഈ പൊങ്ങിയ മാവ് ഇങ്ങനെ താഴ്ന്നു പോട്ടോ. താഴ്ന്നു പോയില്ല, ഇപ്പോൾ കുറേ താഴ്ന്നു പോയില്ലേ, കുറേ താഴ്ന്നു പോട്ടോ. നമ്മൾ ആദ്യം എത്രയാണോ മാവുണ്ടായിരുന്നു ആ പരുവത്തിൽ നമ്മൾ താഴ്ന്നു പോയിട്ടോ. അപ്പോൾ താഴ്ന്നു പോയിട്ടിരിക്കണ്. ചില ടൈമിൽ താഴ്ന്നു പോകും, ചിലപ്പോൾ അങ്ങനെ തന്നെ നിൽക്കൂട്ടോ. അപ്പോൾ ചുട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ മാവ് ഇളക്കിയോട് കൂടി താഴ്ന്നു കേട്ടോ. ഈ ഡബിൾ വോയിസ് ചേർത്തുകൊണ്ട് തന്നെ നല്ല രീതിക്കായി കിട്ടിട്ടത്. എല്ലാതൊന്നും കറി ഉണ്ടാക്കുന്നില്ല, വേറെ ചുട്ട് കാണിക്കട്ടോ. ഏതെല്ലാം 1-2 ഞാൻ ചുട്ടിട്ട് കാണിക്കാം. അപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനിയിപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലേക്ക് പോകണം. അവിടെ സ്റ്റാൻഡ് കുട്ടികൾ 2 കണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. നിൽക്കണം ഇത് 2 കണ്ട പുളിങ്ങാത്തോട് പോലെ ആക്കി 2 കണ്ടാക്കി ഇതിൻ്റെ മൂപ്പരാക്ക് റെഡിയാക്കി തന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കി റെഡിയാക്കി തന്നെ. പിന്നെ അത് പൊളിഞ്ഞു പോയി. ഇനി പിന്നെ മൂപ്പരാക്കാണ്ട് വന്നപ്പോൾ റെഡിയാക്കി തരുന്നില്ല. അപ്പോൾ ഇത് പൊട്ടീന്. അതുകൊണ്ട് എനിക്കിത് ഇതിനെക്കൊണ്ടൊരു ഉപകാരമില്ലാത്ത പോലെ. ഇത് റെഡിയാവും തോന്നുന്നുണ്ട്, റെഡിയാക്കാൻ കഴിയും തോന്നുന്നുണ്ട്. ഐഡിയ കണ്ടിട്ടുണ്ട് മൂപ്പരാക്ക്. ഐഡിയ ഉള്ളത് റെഡിയാവും. ഇവിടെ എന്താ ചെയ്യാൻ സൂപ്പർ കൂട്ട് ഒട്ടിച്ചാൽ തടവാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഈ മാവ് പൊടിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനൊരു കയ്യിലെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ തന്നെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുക, ഒരു കൈ കൊണ്ട് മാവ് ഒഴിക്കാതെ ചെയ്യുന്നത്. ഇനി നമുക്കിതിനെ ചുറ്റിച്ചെടുക്കാം. അതുകൊണ്ടുണ്ട് ക്ലിയർ കിട്ടാത്ത, നമുക്ക് ചുറ്റിച്ചെടുക്കാം. വലിയൊരു അടപ്പാണ് കിട്ടിയിട്ടുള്ളത്, അത് വെച്ചിട്ട് അടച്ചെടുക്കാം. ലൈവിൽ വീഡിയോ ഇട്ട് ശീലമായപ്പോൾ എഡിറ്റിങ്ങിന് മടിയായിട്ടുണ്ട്. വെള്ളപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ പോവാണ് കേട്ടോ. ബൈ, സീ യു. ആ ക്ലോക്ക് തെറ്റാട്ടോ, പൊട്ട ക്ലോക്കാണ് അവിടെ നിൽക്കുന്നത്. ഇവിടുത്തെ എല്ലാ ക്ലോക്കും തല തിരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോവാണ്. ഓക്കെ ബൈ. അത്രയുള്ള ഇന്നത്തെ വിശേഷം. അപ്പോൾ നമ്മളിവിടെ വെള്ളപ്പം ഉണ്ട്, എൻ്റെ കയ്യിൽ വെള്ളപ്പം ഉണ്ട്. നല്ല സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റിൽ അറിയിക്കുക. അത്രയ്ക്കാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പോവാണ്. ബൈ. കറി ഉണ്ടാക്കിയിട്ടില്ല. കറി ഉണ്ടാക്കുന്ന വീഡിയോ പോസ്റ്റ് ആക്കുമ്പോൾ വീഡിയോ ലോങ് ആയി പോകുമെന്ന് വിചാരിച്ച് ഞാൻ നിർത്തി പോവാണ്. ഓക്കെ ബൈ, സീ യു. അസ്സലാമു അലൈക്കും.